ഞാനിവിടെ വന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണി. ഓൾ ഇന്ത്യ റേഡിയോയുടെ ആസ്ഥാനം എവിടെയാണെന്ന് അറിയാമോ? ഓൾ ഇന്ത്യ റേഡിയോയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ. ആൻസർ ന്യൂഡൽഹി. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂഡൽഹി. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയെ ആദ്യമായിട്ട് ആകാശവാണി എന്ന് വിളിച്ചു ആരാണെന്നറിയാമോ? രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോർ കോൾഡ് ഓൾ ഇന്ത്യ റേഡിയോ ആസ് ആകാശവാണി. ഓൾ ഇന്ത്യ റേഡിയോയെ ആദ്യമായിട്ട് ആകാശവാണി എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോയുടെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? ഓൾ ഇന്ത്യ റേഡിയോയുടെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? കേരളത്തിലെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ റേഡിയോയുടെ കേരളത്തിലെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഇൻ കേരള. ആൻസർ ട്രിവാൻഡ്രം. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് FM ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് FM ആരംഭിച്ചു. എവിടെ ആരംഭിച്ചു? മദ്രാസിൽ ആരംഭിച്ചു. ഇൻ ഇന്ത്യ FM വാസ് ഫസ്റ്റ് സ്റ്റാർട്ടഡ് അറ്റ് മദ്രാസ്. മദ്രാസിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് FM ആരംഭിച്ചത്. കേരളത്തിൽ ആദ്യമായി FM ആരംഭിച്ചു. എവിടെ ആരംഭിച്ചു? കൊച്ചിയിൽ ആരംഭിച്ചു. ഇൻ കേരള FM വാസ് ഫസ്റ്റ് സ്റ്റാർട്ടഡ് അറ്റ് കൊച്ചി. കൊച്ചിയിലാണ് FM ആദ്യമായിട്ട് ആരംഭിച്ചത്. അതുപോലെ പറയുകയാണെങ്കിൽ അതുപോലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച റേഡിയോ ചാനലാണ് ഇത്, ഗ്യാൻവാണി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ടഡ് ദ റേഡിയോ ചാനൽ. ആൻസർ ഗ്യാൻവാണി. അതുപോലെ തന്നെ ഫസ്റ്റ് മെട്രോ സ്റ്റാർട്ടഡ് The metro first started radio station in India. Which metro first started radio station in India? ഇന്ത്യയിൽ ആദ്യമായിട്ട് റേഡിയോ നിലയം ആരംഭിച്ച ആദ്യത്തെ മെട്രോ ഏതാണ്? ലക്നൗ മെട്രോയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ലക്നൗ മെട്രോ ഫസ്റ്റ് സ്റ്റാർട്ടഡ് റേഡിയോ സ്റ്റേഷൻ ഇൻ ഇന്ത്യ. അതുപോലെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് കമ്മ്യൂണിറ്റി വിച്ച് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാർട്ടഡ് ദ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്മ്യൂണിറ്റി റേഡിയോ നിലയം ആരംഭിച്ച യൂണിവേഴ്സിറ്റി ഏതാണ്? അണ്ണാ യൂണിവേഴ്സിറ്റിയാണ്. അണ്ണാ യൂണിവേഴ്സിറ്റി വാസ് ദ ഫസ്റ്റ്. അണ്ണാ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാർട്ടഡ് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വിച്ച് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാർട്ടഡ് റേഡിയോ സ്റ്റേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ആദ്യമായിട്ട് റേഡിയോ നിലയം ആരംഭിച്ച സർവകലാശാല ഏതാണ്? സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റിയാണ്. സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാർട്ടഡ് റേഡിയോ സ്റ്റേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് റേഡിയോ നിലയം ആരംഭിച്ച ആരാണ്? സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ജനങ്ങളെ റേഡിയോയിലൂടെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച പദ്ധതി ഏതാണ്? മൻ കി ബാത്ത്. ദ പ്രോജക്ട് സ്റ്റാർട്ടഡ് ബൈ our honorable Prime Minister Narendra Modi for introducing people through radio. റേഡിയോയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഏത്? മൻ കി ബാത്ത്. അതുപോലെ തന്നെ അതുപോലെ പറയുകയാണെങ്കിൽ റേഡിയോ കണ്ടുപിടിച്ചതാരാണ്? റേഡിയോ വാസ് ഡിസ്കവേർഡ് ബൈ മാർക്കോണി. റേഡിയോ കണ്ടുപിടിച്ചതാരാണ്? മാർക്കോണിയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ റേഡിയോ പ്രക്ഷേപണത്തിന് സഹായിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അയോണോസ്ഫിയറാണ്. വിച്ച് അറ്റ്മോസ്ഫിയറിക് ലെയർ സപ്പോർട്ടിംഗ് ഫോർ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്? ആൻസർ എന്താണ്? അയോണോസ്ഫിയറാണ്. അപ്പം ഞാനിവിടെ വന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനാണ്. LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ കാണുക.